ഇപ്പോൾ ഈ കഥയുടെ പേര് വിശ്വാസഹരണം. ഇതിൻ്റെ ഉള്ളടക്കം പറയുകയാണെങ്കിൽ മറ്റൊരാളുടെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ ചിത്തശുദ്ധിയോ മുതലെടുക്കുന്നതിനാണ് വിശ്വാസഹരണം എന്ന് പറയുന്നത്. അതിനുള്ളൊരു കഥയാണത്. അതായത് എൻ്റെ ഒരു അളിയൻ, കുറേ അളിയന്മാരുണ്ട്, പല ആളുടെയും കഥ ഞാൻ പറഞ്ഞു. അതിലൊരു അളിയൻ്റെ കാര്യമാണ്. അയാൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA ഡിഗ്രി എല്ലാം കഴിഞ്ഞ് അയാൾ IAS എഴുതി. IASന് അയാൾക്ക് റിട്ടേൺ കിട്ടി. അങ്ങനെ അപ്പോൾ ഒരു നാട്ടുപുറത്തുകാരൻ പയ്യനാണ് അളിയൻ എന്ന് പറയുന്നത്. വലിയ സ്വാധീനമോ അല്ലെങ്കിൽ ആൾബലമോ ഉള്ള ആളൊന്നുമില്ല. ശുദ്ധന്മാരാണ്, നാട്ടുപുറത്തേക്ക് ശുദ്ധന്മാരാണ്. പക്ഷെ അയാളുടെ അടുത്ത് ആരോ പറഞ്ഞു, അവിടെ പിടിപാടുണ്ടെങ്കിൽ തനിക്ക് IAS കിട്ടുള്ളൂ. അന്ന് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിന് സ്വാധീനമുള്ള ഒരാളെ നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് അയാളെ കൊണ്ട് പറയിപ്പിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് IAS കിട്ടുന്നത്. അപ്പോൾ അന്ന് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, പേര് ഞാൻ പറയുന്നില്ല, അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പേര് പറയുന്നില്ല, അയാളെ ഇവർ കോണ്ടാക്ട് ചെയ്തു. അയാൾ പറയും, ഞാൻ ഇന്ദിരാഗാന്ധിയുടെ അടുത്ത കക്ഷിയാണ്, ഞാൻ എന്ത് പറഞ്ഞാലും അവർ ചെയ്യും, നമുക്ക് പോയി ഞാൻ നേരിട്ട് തന്നെ പോയി പറയാം. പക്ഷേ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും പിന്നെ എനിക്കുള്ള പടിയും തരണം. സമ്മതിച്ചു. അങ്ങനെ ഇയാൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തെടുത്തു. ആദ്യമേ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തെടുത്ത് ഡൽഹിയിൽ ഒരു നല്ല ഹോട്ടലിൽ അയാൾക്ക് മുറിയും ബുക്ക് ചെയ്തു. 2 ദിവസത്തേക്ക് താമസിക്കാനുള്ള മുറി, തിരിച്ച് ഇങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ ഭക്ഷണത്തിനുള്ള ചിലവ്, അതെല്ലാം കൂടെ ഒരു 10,000 രൂപ അയാളുടെ കയ്യിൽ. അന്ന് വലിയ തുകയാണ് 10,000 രൂപ കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം വെച്ച് കൊടുക്കുന്നത് ഒരു സ്ഥലം വിറ്റുള്ള കാശ് കൊണ്ടാണ്. പിന്നെ IASകാരനാക്കാൻ വേണ്ടി ഏതെങ്കിലും റിട്ടേൺ ഇവന് കിട്ടി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഇയാൾ ഡൽഹിയിലോട്ട് യാത്രയായി. ഇപ്പോൾ ഡൽഹിയിലോട്ട് യാത്ര പോയ കൂട്ടത്തിൽ ഈ അളിയൻ്റെ ഒരു അമ്മാവനുണ്ട്, അമ്മയുടെ സഹോദരൻ. അയാളൊരു സെയിൽ ടാക്സ് കമ്മീഷണർ. അയാൾ പിന്നെ ഒരു സഹോദരിയുടെ ഭർത്താവ്, ഒരു LICക്കാരൻ ജോലിയുള്ള ഒരാൾ, പിന്നെ അതുകൂടാതെ ഈ ഇൻകം ടാക്സ് സെയിൽ ടാക്സ് കമ്മീഷണറുടെ ഒരു ഫ്രണ്ട്, ഡൽഹിയിൽ കുറേ നാൾ അവിടുത്തെ സെക്രട്ടറിയേറ്റ് ജോലി ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അയാളെല്ലാം ചിലവ് കൊടുത്തിട്ട് അയാളെ കൂടി ഒരു കൊണ്ടുപോയി. ഹിന്ദിയൊക്കെ സംസാരിക്കാൻ അറിയാം, അവിടുത്തെ ഓഫീസിലെല്ലാം വലിയ പിടിയുള്ള ആളാണ്. അങ്ങനെ അയാൾ കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ സെയിൽ ടാക്സ് കമ്മീഷണറാണ്, ഇയാളെ കൂടെ പിടിച്ചു. അങ്ങനെ ഇവരെല്ലാം കൂടി ടീമായിട്ട് പോയി അവിടെ ചെന്ന് മുറിയൊക്കെ എടുത്ത് താമസിച്ചു. അപ്പോൾ മുറിയെടുത്ത് താമസിക്കുന്ന സമയത്ത് തന്നെ ഈ രാഷ്ട്രീയക്കാരെ താമസിക്കുന്ന അതേ ലോഡ്ജിൽ തന്നെയാണ് ഇവരും താമസിക്കുന്നത്. കാരണം അയാളുടെ നീക്കങ്ങളും അയാളുടെ പോക്കുവരൊക്കെ ഇവർക്ക് കോണ്ടാക്റ്റിൽ അറിയണമല്ലോ. അങ്ങനെ അയാൾ പറഞ്ഞു, ഒരു ദിവസം രാവിലെ പറഞ്ഞു, ഒരു കാർ അറേഞ്ച് ചെയ്യുക, ഞാൻ പോയിട്ട് ഇന്ദിരാഗാന്ധിനോട് സംസാരിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ ഒരു ഹോട്ടലിലെ തന്നെ ഒരു പ്രൈവറ്റ് ടാക്സി കാർ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇയാളെ കാറിൽ നേരെ വിടുന്നു. അങ്ങനെ അയാൾ വൈകിട്ടായപ്പോൾ അയാൾ തിരിച്ചെത്തി. എന്നിട്ട് പറഞ്ഞ് എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി നിങ്ങളുടെ കാര്യം ഏറ്റിരിക്കുകയാണ്, ഇനി ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിനങ്ങ് പോയച്ചാൽ മതി, ചെന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഇയാൾ തിരിച്ചിവിടെ വന്ന് വണ്ടിക്കാശിക്ക് ഇവർ കൊടുത്തു. മുറി വാടകയും ബാക്കി കാര്യം അവിടുത്തെ ചിലവെല്ലാം ഇവർ വഹിച്ചു. ഇയാളെ വേറൊരു വണ്ടിയിൽ ഫ്ലൈറ്റ് കയറ്റി തിരുവനന്തപുരത്തേക്ക് വിറ്റു. പക്ഷേ ഈ സെയിൽ ടാക്സ് കമ്മീഷണർ, നമ്മുടെ ഈ മാമൻ എന്ന് പറയുന്ന ആൾ, അയാളുടെ സുഹൃത്തും കൂടെ ഇന്ദിരാഗാന്ധി താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ ചെന്നു. അതൊരു ബംഗ്ലാവ് പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ ചെന്നിട്ട് അവിടെ അകത്തോടൊന്നും കയറ്റി വിടില്ല. അവിടെ പുറത്ത് വരുന്ന വിസിറ്റേഴ്സിൻ്റെ എല്ലാം പേരുകളും അഡ്രസ്സും എല്ലാം എഴുതി വെക്കണം. ഇവരെ കാണാൻ വന്ന ആളുകൾ ആരെല്ലാം അഡ്രസ്സ് സഹിതം, ഫോൺ നമ്പർ സഹിതം അവിടെ എഴുതി വെക്കണം. അങ്ങനെ അവർ പറഞ്ഞ്, ഞങ്ങളിങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരാണ്, ഇങ്ങനെ ഒരാളിവിടെ വന്നു, ഇന്ദിരാഗാന്ധി കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു, വന്നു പോയെന്ന് അറിഞ്ഞാൽ മതി, നിങ്ങൾ ഇവിടുത്തെ രജിസ്റ്ററിൽ ഈ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ചോദിച്ചു.
അപ്പോൾ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരാൾ വന്നിട്ടില്ല. രജിസ്റ്റർ എടുത്ത് കാണിച്ചു, അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടില്ല. അത് മാത്രമല്ല ഇന്ദിരാഗാന്ധി ഇവിടെ ഇല്ല, പിന്നെ അവരെങ്ങനെ ഇവിടെ കാണാൻ വേണ്ടിയൊക്കെ ഇവിടെ കയറാൻ പറ്റും? അപ്പോൾ ഓഫീസിലാണ് നമുക്ക് അറിഞ്ഞൂടെ, ചിലപ്പോൾ അവർ ഒരു ടൂർ ലെവലിലേക്ക് ആയിരിക്കും, അറിയാൻ പറ്റില്ല. നിങ്ങൾ ഓഫീസിൽ പോയി അന്വേഷിക്കാൻ പറയും. അങ്ങനെ ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ 2 ദിവസമായിട്ട് അവർ അവിടെ വരുന്നില്ല. അപ്പോൾ ഇതൊരു ചതിയാണെന്ന് മനസ്സിലായി. പക്ഷേ ഈ പയ്യൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല, ഈ കാൻഡിഡേറ്റിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവരുടെ ആവശ്യം അവൻ പേര് IAS കിട്ടി എന്നുള്ള ബലത്തിൽ തന്നെ അവനങ്ങ് പോയി. അവിടെ ചെന്ന് എനിക്ക് ഇതൊക്കെ പുല്ലാണെന്നൊക്കെ ധാരണയിൽ ഇവൻ വളരെ ഫ്രീ ആയിട്ട് അവർ ചോദിച്ചതിനെല്ലാം പറഞ്ഞു, എനിക്ക് തോന്നിയ മറുപടിയെല്ലാം പറഞ്ഞു, ഉത്തരങ്ങളെല്ലാം പലതും തെറ്റിപ്പറഞ്ഞു. ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ഒരു കൃഷിക്കാരൻ്റെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവർ ചോദിച്ച് പ്ലവിങ് എന്താണ്, വാട്ട് യു മീൻ ബൈ പ്ലവിങ് എന്നാണ് ചോദിച്ചു. അത് ആ വാക്ക് ഇവനെ അറിഞ്ഞൂടാ. ഉഴലുക, കൃഷിക്കാരൻ അറിയേണ്ടൊരു വാക്ക് ഉഴുക. പക്ഷേ അത് പിന്നെ അറിഞ്ഞൂടായിരുന്നു. വേറൊരു വാക്ക് ചോദിച്ചതെന്ന് വെച്ചാൽ ആ സമയത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ ഗ്ലാസിൻ്റെ പ്രയോഗം. ഗ്ലാസ് ഈ ഇപ്പോഴത്തെ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാം നടത്തുന്നത് ഗ്ലാസ് കൊണ്ടുള്ള ഫൈബർ, ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടിയാണ്. അപ്പോൾ അതും ഇവന് അറിയാമായിരിക്കും. അതും ആ കാലത്ത് പത്രങ്ങളിൽ സ്ഥിരതരം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വാർത്തയായിരുന്നു. പക്ഷേ അവർ ചോദിച്ച് ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ച് വല്ലതും അറിയാമോ? അപ്പോൾ ഇവൻ പറഞ്ഞു അതെനിക്ക് അറിഞ്ഞൂടാ, അത് ഒരു ഗ്ലാസ് ആണെങ്കിൽ അത് ഇപ്പോൾ ഉടച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വേണമെങ്കിൽ കൊല്ലാന്നല്ലത് വേറെ ഒരു ഉപയോഗം എനിക്ക് അറിഞ്ഞുവിടുന്നത്. ഓ വെരി ഗുഡ് ആൻസർ, പോയിക്കോളാൻ പറഞ്ഞു. കൊടുത്തില്ല. അപ്പോൾ ഇവൻ്റെ കുരുമാനം കൊണ്ട് കൊടുക്കാതാണ്, ഉത്തരം തെറ്റിയതിന് കൊടുക്കാത്തതാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഏതായാലും ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തിയെ ആ മനുഷ്യൻ കൂടെ കൊണ്ടുപോയ മനുഷ്യൻ കണ്ടിട്ടില്ല. അയാളെ പറ്റിക്കുകയായിരുന്നു. ഒരു ശുദ്ധാത്മാവിന് പൈസ വാങ്ങിച്ച് പറ്റിച്ച് തിരിച്ചു വിടുകയാണ് ചെയ്തത്.